വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന മൊമെന്റ് ഏതാണ്? നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആയി കാണുന്ന ആ ഒരു നിമിഷം അല്ലേ, അതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ആ ഒരു ഹാപ്പിനെസ് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. യെസ്, എന്താണ് ഇത് തന്നെ, നിങ്ങൾ പാതി എൻട്രി പാതി. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുക, കൂടെ കഷ്ടപ്പെടാൻ ഞങ്ങളും തയ്യാറാണ്. റിസൾട്ട് നേടിയെടുക്കാം നമുക്ക് ഒരുമിച്ച് അല്ലേ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് എത്ര ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. എങ്ങനെയാണ്? നോക്കിക്കോ. ഇക്കഴിഞ്ഞ IBPS PO പ്രിലിംസ് 2024 നടന്ന എക്സാമിനേഷന് ബാങ്കിങ് ഗോൾഡ് ബാച്ചിലെ 53-ലേറെ കുട്ടികളാണ്, 53+ സ്റ്റുഡൻസ് ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു ചെറിയൊരു റിസൾട്ട് അല്ല. നമ്മളുടെ 53 കുട്ടികള് എന്ത് ചെയ്തിട്ടുണ്ട്? IBPS PO പ്രിലിമിനറി എക്സാമിനേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് കഴിഞ്ഞിട്ടില്ല. കുറച്ചധികം ഉണ്ട്. ഏതൊക്കെയാണ്? വമ്പൻ വിജയത്തിന്റെ ഘോഷയാത്ര. ഇവിടെ കുറച്ചധികം റിസൾട്ടുകൾ ഉണ്ട് അല്ലെ. SBA ക്ലർക്ക് കിട്ടിയ ആൾക്കാരുണ്ട്, ഫെഡറൽ ബാങ്ക് സ്കെയിൽ 1, LIC HFL, IBPS ക്ലർക്ക്. ദെൻ ഇവിടെ എന്തൊക്കെയാണുള്ളത്? SBA അപ്രന്റീസ്, IBPS RRB PO, IBPS RRB ക്ലർക്ക്, IBPS PO, NICL അസിസ്റ്റന്റ്, PNB SO. ഇത്രയ്ക്കധികം റിസൾട്ടാണ് നമുക്ക് ഈ കൊല്ലം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും എന്തെത്തും? നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിലേക്ക് എത്തും. കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ആരൊക്കെയാണ്? ഫെഡറൽ ബാങ്ക് സ്കെയിൽ 1 ഓഫീസർ, നമ്മളുടെ എൻട്രി ഗോൾഡ് ബാങ്കിങ് യൂസേഴ്സ് ആണ്. ഇവര് 4 പേരും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ഇവരെല്ലാവരും ഫോളോ ചെയ്ത ആ സ്ട്രാറ്റജി എന്താണ്? നമ്മളുടെ കോഴ്സുകളിൽ ഗോൾഡ് ബാച്ചിലെ യൂസേഴ്സ് ആണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ടാവും, റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ടാവും, അതേപോലെ ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയലുകൾ, ഇതെല്ലാം ഇവർക്ക് അവൈലബിൾ ആയിരുന്നു. അവരതെല്ലാം യൂസ് ചെയ്ത് നല്ല പോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാമുകൾ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അവരെല്ലാവരും എന്തായി? സക്സസ്ഫുൾ ആയി. ഇനിയുള്ളത് നിങ്ങളുടെ ചാൻസ് ആണ്, നിങ്ങളുടെ അവസരമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ വട്ടവും പറയുന്ന പോലെ തന്നെയാണ് 2025 എന്നുള്ളത് എന്താണ്? അവസരങ്ങളുടെ ഒരു പെരുമഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എന്ന് പറയുന്ന പോലെ തന്നെ ബാങ്കിങ് മേഖലയിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോ ചില ആൾക്കാർ ആഗ്രഹിക്കും SBA PO വരട്ടെ, SBA ക്ലർക്ക് വരട്ടെ. നമ്മൾ ഒരുപാട് കാലമായിട്ട്, കുറച്ച് കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് SBA ക്ലർക്കിന്റെയും SBA POന്റെയും. പക്ഷെ അവരെന്തായാലും നോട്ടിഫിക്കേഷൻ പുറത്തു വിടുന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാ. അതോർത്ത് നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷനിൽ കുറച്ചധികം കൂടുതൽ വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഡിലേ വരുന്നത്. വേക്കൻസീസ് കുറച്ചും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം അവരെന്ത് ചെയ്യാൻ പോകുന്നത്? നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അത്ര നാളും നിങ്ങൾ അതിലേക്ക് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങൾ എന്തു ചെയ്യുന്നു? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം. നാളെ നോട്ടിഫിക്കേഷൻ വരാണെങ്കിൽ നാളെ ഞാൻ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, PO ആണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. SBA POന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കടന്നിട്ട് വേണം നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരും എന്ത് ചെയ്യുക? കോൺഫിഡൻസ് ആയിട്ട് ധൈര്യമായിട്ട് പോയി എഴുതുക, എക്സാം എഴുതി തിരിച്ചു വരിക. ആ ജോലിയായിട്ട് എന്ത് ചെയ്യാം? നമുക്ക്
അടുത്ത കൊല്ലത്തിലേക്ക് കടക്കാം. അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാതെ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത്ര സ്റ്റുഡൻസിനെയും വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരെയും വിജയത്തിലേക്ക് എത്തിക്കാൻ എൻട്രിക്ക് സാധിക്കും. അതിനായിട്ട് നമ്മളുടെ ബാച്ചുകളെല്ലാം റെഡിയാണ്. നമ്മളുടെ ഗോൾഡ് ബാച്ച്, ബാങ്ക് ഗോൾഡ് ബാച്ചിലെ യൂസേഴ്സ് ആണ് ഇത്രയ്ക്കും അധികം റിസൾട്ട് നമുക്ക് എത്തിച്ചു തന്നത്. ഇവിടെ പ്രധാനമായിട്ടും 4 ലെവലായിട്ടാണ് നമ്മളുടെ കോച്ചിങ് നടക്കുന്നത്. നമ്മളുടെ ഒന്നും അറിയാത്ത ഒരു സ്റ്റുഡന്റ് നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാണ്. ആ സ്റ്റുഡന്റിന് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് കൊടുക്കും. A to Z സിലബസ് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. റിസൾട്ടഡ് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ വേണം, അല്ലെ? റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ എന്താണത്? നമുക്ക് വെറുതെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റിസൾട്ട് കിട്ടണം, പഠിച്ച് റിസൾട്ട് കിട്ടണം. ജോലി കിട്ടണമെങ്കിൽ നമുക്ക് ബാങ്ക് എക്സാമിന് ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് എക്സാമിന് എന്താണ്? ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ AI പ്രോഗ്രസ് ട്രാക്കറിന്റെ ഹെൽപ്പോട് കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ടോട് കൂടി നിങ്ങൾ എവിടെയാണോ വീക്കെന്ന് നിങ്ങളുടെ മെന്റേഴ്സ് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അപ്പോൾ മെന്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ട്. അതിനുശേഷം ആ വീക്ക്നെസ് ഇംപ്രൂവ് ചെയ്ത് തരും. വിത്ത് സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യും. സ്പീഡിൽ ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. അതില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്പീഡ് ഇംപ്രൂവ് ചെയ്ത് ആക്യുറസി ഡെവലപ്പ് ചെയ്ത് തരും. ദെൻ നമുക്ക് എന്താണ്, പിന്നെ നിങ്ങൾ ഓൾറെഡി സെറ്റാ, സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആയി, സ്പീഡ് സെറ്റാണ്, ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. ദെൻ അടുത്ത സ്റ്റേജ് അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ആണ്. വേറെ ലെവലിലേക്ക് നിങ്ങൾ പോകണം. മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. ഹൈ ലെവൽ ആയിട്ടുള്ള കോച്ചിങ് ആണ് 3rd ലെവലിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ട്രെയിനിങ്. SBA POK ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അതേപോലെ എല്ലാ ഓഫീസർ പോസ്റ്റിലേക്കും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ ലെവൽ 4ൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്. എങ്ങനെയാണോ എക്സാം ചോദിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ട 2 ഫേസ് ആണ്, ലെവൽ 3ഉം ലെവൽ 4ഉം. അപ്പോൾ ആ 2 ഫേസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാനും ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് എക്സാംസിനെ കുറിച്ച് ആയിക്കോട്ടെ, അതേപോലെ അപ്കമിങ് നോട്ടിഫിക്കേഷൻസെ കുറിച്ച് ആയിക്കോട്ടെ, ചിലർക്ക് എക്സാമിനെ കുറിച്ചൊക്കെ ഒരു പേടി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പർ ആണ് കേട്ടോ. ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചോളൂ. 7736122215 ആണ്. എത്രയാണ്? 7736122215 എന്നുള്ള നമ്പറാണ്. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്പർ മറക്കണ്ട, 7736122215 ആണ് ആ നമ്പർ. ഓക്കെ, ഇനി മെയിൻസിന് വേണ്ടി മാത്രമുള്ള കോച്ചിങ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. മെയിൻസിന് വേണ്ടി മാത്രം. നേരത്തെ നമ്മൾ ഗോൾഡ് ബാച്ചിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും മെയിൻസ് ബാച്ചിലും നമുക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും നിങ്ങൾ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളുടെ നമ്പർ ഏതാണ്? 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടിയുള്ള കോച്ചിങ്ങിനെ കുറിച്ച് അറിയാനും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 7736122215. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അവരെല്ലാവരും സക്സസ്ഫുൾ ആയ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇക്കൊല്ലം സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.